തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുക എന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മുൻ അരുവിക്കര MLA-യും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്ന KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കരുത്തരെ അണിനിരത്തിയാണ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കുന്നുണ്ട്. ശബരിനാഥിനെ പോലെയുള്ള കരുത്തരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? തലസ്ഥാന നഗരിയിൽ അത്ഭുതം സൃഷ്ടിക്കുമോ? പരിശോധിക്കാം. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാൻ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന നിലയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. കവടിയാർ വാർഡിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ KS ശബരിനാഥിന് പുറമെ യൂത്ത് കോൺഗ്രസ്, KSU, DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് തലസ്ഥാനം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ളത്. മറ്റു കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഐക്യകണ്ഠേനെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസിന് മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ UDF-നുള്ളത് 10 അംഗങ്ങൾ മാത്രമാണ്, കോൺഗ്രസിന് 8. എന്നിരിക്കെ ശബരിയെ പോലെ യുവാവായ സംസ്ഥാന രാഷ്ട്രീയത്തിന് തന്നെ സുപരിചിതനായ ഒരാളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുമ്പോൾ അത് കോൺഗ്രസിന് പകരുന്നത് വലിയ കരുത്താണ്. 51 സീറ്റ് നേടുക എന്നതാണ് ലക്ഷ്യം എന്ന് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവായ K മുരളീധരൻ അടിവരയിട്ട് പറയുമ്പോൾ നഗരസഭാ ഭരണത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് സ്വപ്നം കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് കേവലം ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക ഈ വിധം സംസ്ഥാനത്ത് ചർച്ചയാവുന്നത് എന്നതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം K മുരളീധരന്റെ വാക്കുകൾ തന്നെ ഉണ്ടായിരുന്നു. ശബരിനാഥ് തിരുവനന്തപുരം നഗരസഭ പോരാട്ടം നയിക്കട്ടെ എന്ന് തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്, അതായത് ഹൈക്കമാൻഡ് ആണെന്ന് K മുരളീധരൻ പറഞ്ഞു വെച്ചു. എന്തിനാണ് കേവലം ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുന്നത്? BJP തന്നെയാണ് അതിനുള്ള കാരണം. നിലവിൽ 35 സീറ്റുമായി നഗരസഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് BJP. തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പിൽ BJPയെ അപ്രസക്തമാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ 48 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഗീയതയെ തോൽപ്പിക്കണം എന്നുമുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടും ഇവിടെ പ്രകടമാവുകയാണ്. ശബരിനാഥിനെ പോലെ തിരുവനന്തപുരത്തുകാർക്ക് മുഖവുര ആവശ്യമില്ലാത്ത നേതാവിനെ മുന്നിൽ നിർത്തുന്നതിലൂടെ BJPയെ തിരുവനന്തപുരം നഗരസഭയുടെ മണ്ണിൽ നിന്ന് തൂത്തെറിയുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിച്ചാൽ തെറ്റാവില്ല. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാർ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിലെ CPM മൗനം. PM ശ്രീ. ഇങ്ങനെ പലപ്പോഴായി സംസ്ഥാനത്ത് BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ കൂട്ടുകെട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിൽ രാഷ്ട്രീയ ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം നേടുന്നതിനായി BJPയെ CPM സഹായിക്കുന്നു. അതിനുള്ള പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ CPM-നെ BJP സഹായിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡീൽ എന്ന വിമർശനങ്ങൾ പലപ്പോഴായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നീചമായ രാഷ്ട്രീയ ധാരണ BJPയും CPM-ഉം ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ വേരോടെ പിഴുത് അറബിക്കടലിലേക്കും വെള്ളായണി കായലിലേക്കും എറിയേണ്ട ഉത്തരവാദിത്വം തിരുവനന്തപുരത്ത് കോൺഗ്രസിനുണ്ട്. രാഷ്ട്രീയ കേരളത്തിന്റെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന K കരുണാകരന്റെ ഓമനപുത്രൻ K മുരളീധരൻ. പാർട്ടി എവിടെയെല്ലാം പ്രതിസന്ധിയിലാകുമോ ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നിയോഗിക്കുന്ന ധീരനായ പോരാളിയാണ് K മുരളീധരൻ. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച K മുരളീധരൻ. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലായപ്പോൾ ആ വടകര ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് നിയോഗിച്ചത് K മുരളീധരനെയായിരുന്നു.
ആ നിയോഗം ഭംഗിയായി പൂർത്തീകരിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ച, വടകരയിൽ കോൺഗ്രസിന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ച കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസായ കെ മുരളീധരൻ തന്നെ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായി കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പ്രവർത്തിക്കുന്നു എന്നതിനൊപ്പം കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയും അവരെ നയിക്കാൻ ശബരിനാഥ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഉപാധ്യക്ഷനും കൂടിയാകുമ്പോൾ ഇനി CPM എത്ര വോട്ട് മറിച്ചാലും BJPക്ക് തിരുവനന്തപുരം നഗരസഭയുടെ അധികാര കസേര സ്വപ്നം കാണാൻ കൂടി കഴിയില്ല. മുഖ്യശത്രു LDF ആണോ BJP ആണോ എന്ന മനോരമ ഓൺലൈനിന്റെ ചോദ്യത്തിന് ജയിക്കുക എന്നതാണ് തങ്ങൾക്ക് പ്രധാനം. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും അവർ തീരുമാനിക്കട്ടെ, ഞങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന കെ മുരളീധരന്റെ മറുപടിയിലുണ്ട് കോൺഗ്രസിന്റെ തന്ത്രങ്ങളും രാഷ്ട്രീയ ലക്ഷ്യവും. സംഘപരിവാറിനെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും രാജ്യത്തിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ തങ്ങളാണെന്ന് ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ പറയുകയാണ് കോൺഗ്രസ്. BJPയെ മാറ്റി നിർത്താൻ കരുത്തുള്ള, BJPയെ അധികാരത്തിന്റെ പാന്താവിൽ നിന്ന് പടിയടച്ച് പിണ്ടവെക്കാൻ കരുത്തുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുമ്പോൾ അത് 2026 മതേതര വോട്ടുകളെ മുഴുവനായി കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് എത്തിക്കും എന്ന് നിസ്സംശയം പറയാം. ഒരു ഭാഗത്ത് CPM BJP ധാരണ എന്ന ആരോപണങ്ങൾ വരുമ്പോൾ മറുഭാഗത്ത് BJPയെ എതിർക്കാൻ കരുത്തുറ്റ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന കോൺഗ്രസിനെയാണ് ജനങ്ങൾ കാണുന്നത്. അതിനാൽ തന്നെ മതേതര കേരളം ഇവിടെ എങ്ങനെ ചിന്തിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വെള്ളായണിക്കായലും അറബിക്കടലും വേളിക്കായലും കൈകോർക്കുന്ന അനന്തപത്മനാഭന്റെ മണ്ണ്, ആ അനന്തപത്മനാഭന്റെ മണ്ണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏറെ വൈകാരികമായ മണ്ണാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച G കാർത്തികേയന്റെ പുത്രൻ കെ ശബരിനാഥനെ തിരുവനന്തപുരം നഗരത്തിൽ പിടിക്കാൻ കോൺഗ്രസ് ദൗത്യമേൽപ്പിക്കുകയാണ്. നഗരസഭാ ഭരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന കേവലം 9 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയപ്പോൾ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിൽ കോൺഗ്രസ് ചുരുങ്ങിയപ്പോൾ ആ നിയമസഭയിലേക്ക് ഒരു 5 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, 5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചതിന് ശേഷമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ് കെ കരുണാകരൻ. അന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച ഒരു നേതാവുണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ് AK ആന്റണി. AK ആന്റണിയും കെ കരുണാകരനും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിൽ പ്രവർത്തിച്ചപ്പോൾ കേവലം 9 നിന്ന് 5 വർഷം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരി അനന്തപുരിയിലേക്ക് ഒരു സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റ് കണക്കെ കോൺഗ്രസിനെ തിരിച്ചു വരാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. മറുഭാഗത്ത് AK ആന്റണിയെ പോലെ VM സുധീരനെ പോലെയുള്ള നേതാക്കന്മാർ എല്ലാ സഹായവും നൽകി അനന്തപുരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളായണിക്കായലും അറബിക്കടലും വേളിക്കായലും കൈകോർക്കുന്ന അനന്തപത്മനാഭന്റെ മണ്ണിൽ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം കോൺഗ്രസ് അതിന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും തർക്കമില്ല.